നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച UDF സർക്കാരിന് നന്ദി പ്രകടിപ്പിച്ച് സിൽവർ ലൈൻ വിരുദ്ധ സമിതിയുടെ തൃക്കണ്ടിയൂർ യൂണിറ്റ് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വി മൻസൂർ അലി, KK സലാം മാസ്റ്റർ, KK റസാഖ് ഹാജി, ഹുസൈൻ കവിത, മുസ്തഫ TK, ഒമേഗ അബൂബക്കർ, KK റഷീദ് മാസ്റ്റർ, സഹദേവൻ എന്നിവർ പ്രസംഗിച്ചു. മധുര പലഹാര വിതരണവും കരിമരുന്ന് പ്രയോഗവും നടന്നു. जिंदाबाद सिल्वर लाइन विरुद्ध समिति जिंदाबाद अभिवाद्यങ്ങൾ 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 കേരളയിൽ അനുകൂലിക്കുന്നവർക്ക് വോട്ടില്ല എന്നുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തി ഈ സർക്കാരിനെയും സർക്കാരിൻ്റെ പ്രതിനിധികളെയും തറപറ്റിച്ച ആളുകളാണ് ഈ സമരസമിതിയുടെ ആളുകൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സഹന സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മൾ സമരരംഗത്ത് അടിയുറച്ചു നിൽക്കുകയും ഇന്ന് നമ്മൾ കേരളയിൽ അനുകൂലികൾക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്യാമ്പയിൻ നടത്തിയപ്പോൾ ആ വിഭാഗത്തെ ഈ നാട്ടിലെ ആബാലവൃദ്ധ ജനങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള മിക്ക ജില്ലകളിലും തൊട്ടുകൂട്ടാൻ പോലും MLA ഇല്ലാത്ത രീതിയിൽ അവരെ അടിച്ച് ആട്ടി പുറത്തിറക്കുകയും അതിന് ബദലായി വന്ന UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലേറി മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴേക്കും നമ്മളോട് പറഞ്ഞ വാക്ക് അവർ വാഗ്ദാനം പാലിക്കുകയും ഇന്നലെ നടന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് കേരളയിൽ വിരുദ്ധ സമിതി നൽകിയ നിവേദനം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സർക്കാർ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തന്നെ ഭൂമി കേരളത്തിന് വേണ്ടിയിട്ട് വിജ്ഞാപനം ചെയ്തുകൊണ്ട് ഇറക്കിയ ഉത്തരവടക്കം പിൻവലിച്ചുകൊണ്ട് നമ്മോട് നീതി പുലർത്തിയിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങൾ 100% അംഗീകരിച്ചെന്ന സർക്കാരിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സലാം മാസ്റ്റർ ക്ഷണിച്ചുള്ളൂ. നമ്മളേറെ സന്തോഷത്തിലാണ് ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളയിൽ വിരുദ്ധ സമരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സ്വർണ്ണലിപികളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു സമരമാണ്. മറ്റേത് സമരത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ സമരം നമ്മൾ തുടങ്ങിയതും അതിന്ന് അവസാനിപ്പിക്കുന്നതും. കേരളത്തിൽ ഏത് സമരം എടുത്ത് നോക്കിയാലും മുഴുവൻ ആളുകളുടെയും ഒരുപോലെ പിന്തുണ കിട്ടിയൊരു സമരം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കേരളയിലെ സമരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് പങ്കെടുത്ത സമരം എന്നുള്ള പ്രത്യേകതയാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതം എന്ന് പറയുമ്പോൾ അറിയാം, ഭരണകൂടം ഒഴിച്ച് മുഴുവൻ ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ള സമരമായിരുന്നു. അതുകൂടാതെ മറ്റൊരു പ്രത്യേകത ഉണ്ടായിട്ടുള്ളത്, ഈ സമരത്തിന് ഇപ്പോൾ സമരം വിജയിപ്പിച്ചപ്പോഴും തന്നെ ഇതിന് വിജയവും തന്നെ പൂർണ്ണമായ 100% വിജയിച്ച സമരം കൂടിയാണ് ഈ കേരളയിൽ വിരുദ്ധ സമരം. തീർച്ചയായിട്ടും നമ്മുടെ കേരളയിൽ വിരുദ്ധ സമര സമിതി ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും അക്ഷരം പ്രതി അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതെന്നാണ് പ്രത്യേകത. ഈ കേരളയിൽ സിൽവർ ലൈൻ എന്ന് പറയുന്ന ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തിൻ്റെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ റെയിൽവേ ചാർജുള്ള നമ്മളെ മിനിസ്റ്ററെ പോയിട്ട് ഞങ്ങൾ ആദ്യം അന്ന് നമ്മളെ വിരുദ്ധ സമിതി നമ്മൾ രൂപീകരിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ആശങ്ക പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു നിവേദനം കൊടുത്തിരുന്നു. അന്ന് പറഞ്ഞത് മൂപ്പര് നമ്മളെല്ലാവിധ ആശങ്കകളും പരിഹരിച്ച് നമ്മൾ സംരക്ഷണമൊക്കെ നേരുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് പിന്നെ വന്ന കാര്യങ്ങളൊക്കെ വന്നത്. അതോടുകൂടി പിന്നെ നമ്മളെ ഹുസൈൻ ഖാൻ്റെയും മൻസൂറിൻ്റെയും ആശങ്ക കൂടുതൽ കേരള വിരുദ്ധ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും അതിൽ ഞങ്ങൾ അഫിലിയേഷൻ ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തിട്ടുള്ള നമ്മളുടെ UDF സർക്കാർ തുടക്കത്തിൽ തന്നെ അത് നമ്മളുടെ കേരളയിൽ വിരുദ്ധ സമിതിയുടെ പറയുന്ന കാര്യങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ട് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് തന്നിരിക്കുകയാണ് നാട്ടുകാർക്കും എല്ലാവർക്കും. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇതിൻ്റെ അപകടം വന്നിട്ടുള്ളത്, നമ്മൾ പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് പോലും ഇതിൻ്റെ അപകടം മണത്തറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്കറിയാം തിരുനാവായിൽ പക്ഷി സങ്കേതമുണ്ട്, അവരിന്നിപ്പോൾ മനോരമ പ്രത്യേക അതിൽ എഴുതിയിട്ടുണ്ട്. ആ ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥന മാത്രമായിരിക്കില്ല, ഇവിടെ ജീവജാലങ്ങൾ പോലും ഈ പദ്ധതിയെ എതിർത്തിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കണം. ഇതിൻ്റെ തുടക്കം മുതലേ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായാലും മലപ്പുറം കളക്ടറേറ്റിലായാലും ഒക്കെ പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയിലും ഞങ്ങൾ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിന് ഡൽഹിയിൽ നമ്മൾ ഈ ടി മുഹമ്മദ് സാറിൻ്റെ കൂടെ നമ്മൾ അശ്വിനി വൈഷ്ണവിനെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോയപ്പോൾ നമ്മളെ കേരളയിലെ സംസ്ഥാന അംഗങ്ങൾ അവിടെ അന്ന് വന്നിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം
അപ്പോൾ ആ സംഗതിയിലും എനിക്ക് ആ നിവേദനം കൊടുക്കുന്ന അംഗത്തിൻ്റെ അശ്വിനി വൈഷ്ണവിന് കേരളവുമായി ബന്ധപ്പെട്ട് അതിന് വിരുദ്ധമായി അതിൽ വരാൻ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ആ പരിപാടിയിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമായ മുഹൂർത്തം ഞാൻ ഇവിടെ പറയുകയാണ്. ഇതിൻ്റെ മഞ്ഞക്കുറ്റി അടിച്ചത് മുതൽ ഇന്ന് വരെ ആ വിഷമത്തിൽ നിന്നൊക്കെ ഇപ്പോഴാണ് ഒരു സന്തോഷം ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ നാട്ടിൽ ജീവിച്ചിട്ട് അവിടുന്ന് നമ്മൾ കുറ്റം പറിച്ച് പോകേണ്ട ഒരു ഗതികേടിലേക്ക് ആണ് വരാനുണ്ടായത്. ഈ മഞ്ഞക്കുറ്റി അടിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾ കുറ്റം പറിച്ച് മറ്റേ പരദേശികളെ പോലെ അലയേണ്ട ഒരവസ്ഥയിൽ നിന്നാണ് ഈ UDF സർക്കാർ നമ്മളെ കരകയറ്റി തന്നിട്ടുള്ളത്. അതിന് മുക്തകണ്ഠം ഈ സർക്കാരിനെ പ്രശംസിച്ചാൽ മതിയാവില്ല. മീഡിയ ന്യൂസ്, തിരൂർ.